ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ലീവിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുള്ളത്. നമ്മൾ രണ്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ നാലായിട്ടാണ് മടക്കിയിടുക. ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കമാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്, മുട്ടിന് താഴെയാണെങ്കിൽ അങ്ങനെ, മുട്ടിന് മുകളിലാണെങ്കിൽ അങ്ങനെ, അപ്പോൾ എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 1/2 ഇഞ്ച് ഷോൾഡറിൽ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു മാർക്കിങ് ഞാനിതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 36 ഇഞ്ച് ബസ്റ്റ് സൈസ് വരുന്ന ഒരു ഡ്രസ്സിൻ്റെ സ്ലീവാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് നിങ്ങളുടെ ചെസ്റ്റ് സൈസ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിതിൽ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് ഒരു 8 ഇഞ്ച് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 36 ഇഞ്ചിന്, അതായത് നമ്മുടെ ചെസ്റ്റ് സൈസിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന സംഖ്യയും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 3.5 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷേപ്പാണ്. ആം ഹോളിൻ്റെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുമല്ലോ, ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ഷേപ്പ് മാർക്ക് ചെയ്യുമല്ലോ, ആ ഒരു ഷേപ്പാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 36 ഇഞ്ചൊക്കെ വരുന്നവർക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 40 സൈസൊക്കെ ആണെങ്കിൽ ഒരു 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനൊരു 3.6 കിട്ടിയതിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ലൈൻ വരച്ചു കൊടുത്തത്. ഇനി നമുക്ക് താഴെ കൈവണ്ണത്തിൻ്റെ താഴെ ഭാഗത്തുള്ള മെഷർമെൻറ്റ് എത്രയാണോ എന്നുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ 36 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട്, ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 9 ആണ്. 9 1 കുറച്ചപ്പോൾ 8 കിട്ടി. ആ 8 എന്നുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ട് നമ്മുടെ ഈ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ നിന്ന് ക്രോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഞാനൊരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ടാണ് ഞാനിതുപോലെ വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ തയ്യൽ തുമ്പും അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റും ഞാനിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ ലൈൻസൊക്കെ വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതിയുടെ പകുതിയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 2 പോയിൻറ്റ്സാണ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. ഒരു 8 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതുപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഈ 3 പോയിൻ്റാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്കെയിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതുപോലെയുള്ളൊരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സ്കെയിലൊന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുന്ന ഷേപ്പ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ പോയിൻ്റ് 2 പോയിൻ്റാണ് താഴെ കൊടുത്തിട്ടുള്ള 2 പോയിൻറ്റ്സ്, അതായത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും അതിൻ്റെ മുകളിൽ നമ്മൾ 2 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച് പോയിൻറ്റും കൂടി ജോയിൻ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിൽ സ്ലീവിൻ്റെ ബാക്ക് വശമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്നുകൂടി കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകൾ വശത്തു നിന്ന് ഇതുപോലെ 4 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടി, ആ 2 ഇഞ്ചിൻ്റെ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത താഴേത്തുള്ള 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ മാർക്കിങ് പുറത്തേക്കാണ്, രണ്ടാമത്തെ മാർക്കിങ് വരുന്നത് ഉള്ളിലേക്കാട്ടോ. ഇനി നമുക്ക് ഈ പോയിൻ്റ് ഇതുപോലെ കണക്ട് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക്
ഇതുപോലെ വെച്ച് നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. ഏതൊക്കെ ഭാഗത്ത് നിന്ന് വെക്കുമ്പോഴാണ് ഇതുപോലെ പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുള്ളതെന്നൊന്ന് നോക്കുക. ഇതുപോലെ നമ്മൾ ആ 4 ഇഞ്ചും ടച്ച് ചെയ്യണം. അതുപോലെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 2 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗവും ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെയിൽ വരാനായിട്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പകുതി ഭാഗം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഭാഗത്തും കൂടി ഇതുപോലെ സ്കെയിൽ തിരിച്ചു വെച്ചിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗവും നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിലേതും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് കർവ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. ഓൾറെഡി നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്കെയിൽ ഇല്ലാതെ തന്നെ ഈ ഒരു ഷേപ്പ് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു കർവ് സ്കെയിൽ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്കിലെ ഭാഗം കേട്ടോ. കട്ട് ചെയ്യേണ്ടത് ബാക്ക് സൈഡാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടി വരുന്ന ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പ് എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ചെസ്റ്റ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് ഷേപ്പ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിനെ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്ലീവും നല്ല ഷേപ്പുള്ള ആ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടൊക്കെ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ ഒന്ന് ഉള്ളോട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് മെഷർ ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്ലീവ് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ലെങ്ത്തിൽ മാത്രമേ നമുക്ക് ഡിഫറൻസ് വരാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ലെങ്ത്ത് ഇപ്പോൾ 3/4 ആണെങ്കിൽ, ഫുൾ സ്ലീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാഫ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും എല്ലാം ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൊന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഡൗട്ട്സോ എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് കഴിയുന്നത് പോലെ, എനിക്ക് അറിയുന്നത് പോലെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്